ലിപ്സ്റ്റിക്കും മേക്കപ്പ് സെറ്റൊക്കെ അതോടെ എടുത്ത് തൂരെ അടിച്ച് പൊടിച്ച് കളഞ്ഞു. കണ്ടില്ല, അവരാരും കണ്ടില്ല. കണ്ടോ ഐസ? കണ്ട അവള്. ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചിട്ട് നമ്മൾ Q&A ചെയ്യാൻ പോവാണ്. പിന്നെയും എനിക്ക് തോന്നുന്നത് പാർട്ട് 2 ആണോ 3 അല്ല 2. ഓക്കെ ഗൈസ്, പാർട്ട് 2 ആണ് Q&Aയുടെ. നമുക്ക് കുറേ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുറേ ചോദ്യങ്ങൾ റിപ്പീറ്റ് ആണ്. അപ്പോൾ പഴയ വീഡിയോ കാണാത്തവരാണ് ഇതിന്ന് കണ്ടോളൂ. അപ്പം നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. എനിക്ക് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നൊരു ചോദ്യമാണ് എൻ്റെ വയസ്സ് എത്രയാണ്, പിന്നെ ഇവരെ വയസ്സ് എത്രയാണെന്നുള്ളതൊക്കെ. അപ്പം ഞങ്ങൾ തമ്മിൽ വയസ്സിന് എത്ര ഡിഫറൻസ് ഉണ്ടെന്നൊക്കെ. എനിക്ക് 24 എന്ന് വെച്ചാൽ 24. ഐഷയ്ക്ക് എത്രയാ? അത് -1. പക്ഷെ ഞാനും ഐഷയും 1.5 വയസ്സ് വ്യത്യാസം ആയതുകൊണ്ട് ഐഷ ഒക്ടോബറിൽ 23 ആവുള്ളൂ. സോ ഐഷ ഇസ് ബേസിക്കലി 22 നൗ. കറക്റ്റ് 1 വയസ്സല്ല, ഒരു വയസ്സും കുറച്ച് മാസവും വ്യത്യാസമുണ്ട്. സോ ഞാൻ 24 ആയി, കുറച്ച് മാസം കഴിഞ്ഞ് ഒക്ടോബർ ആകുമ്പോഴേ അവൾ 23 ആവത്തുള്ളൂ. സൈനബിന്റെ എത്ര വയസ്സാ? ഐഷ സൈനബ് 18 ആവും ഓഗസ്റ്റിൽ ഗൈസ് അല്ലേ? അതാണ് ആദ്യത്തെ ചോദ്യവും. സംശയം എല്ലാവർക്കും മാറിയായിരുന്നുണ്ട്. ചില ആൾക്കാരെനിക്ക് 30 ആണെന്നും 29 ആണെന്നും പറഞ്ഞ് കമന്റ് ഇട്ട് വരെ ഞാൻ മറക്കില്ല, ഓർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിലവർ അതെ ഞാനും ട്വിൻസ് ആണെന്ന് പറഞ്ഞവരെ എങ്ങനെ തോന്നി കേസ്. അവര് തമ്മിൽ 5 വയസ്സ് വ്യത്യാസമുണ്ട്. സൈനബിന്റെ ഫീലിങ്സ് വല്ലാതെ ഹേർട്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ട് അവളെ മുഖം നോക്കി, നിഷ്കളങ്കമായ മുഖം. ഐഷയുടെ മുഖം നോക്കൂ. ഐഷയ്ക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഐഷയ്ക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ് കേസ്. എന്താണ് എനിക്കറിയാം, വയസ്സൊന്നും മിണ്ടിയിട്ടില്ല കേസ്. അത് പറഞ്ഞതിന് ശേഷം എന്റെ ട്വിന്നാന്ന് ആരും പറഞ്ഞിട്ടില്ല. ചില സമയങ്ങൾ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞാനും ഐഷയും തമ്മിൽ നിങ്ങൾ 1 വയസ്സ് വ്യത്യാസമല്ലേ, എന്നിട്ട് 5 വയസ്സ് വ്യത്യാസമുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ വേറെ ഒരു ചോദ്യം ഓർക്കുന്നു. നമ്മൾ എന്ത് പേരിനാണ് അടി ഉണ്ടാക്കാറ്, അല്ലെങ്കിൽ നമ്മൾ അടി ഉണ്ടാക്കാറുണ്ടോ എന്ന് ഒരു വ്യക്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും. ഓൺ സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇതുപോലത്തെ അടികളൊക്കെയാണ് ഉണ്ടാകാറ്. ഓഫ് സ്ക്രീനിൽ ഞങ്ങൾ പാട്ടിയും പൂജയും പോലെ നാളെ അടി ഉണ്ടാക്കാറുണ്ട്. ഞാനും ഐഷയാണ് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കാറ്. ഐഷ വളരെ കാമാണ്, പീസാണെന്ന് പറയുന്നവരെല്ലാവരും അവൾ അടി ഉണ്ടാക്കുമ്പോൾ ഒന്ന് കാണണം, അന്നേരം മനസ്സിലാവും. അതെ, ഇതൊക്കെ ഫേക്കാണ് ഗൈസ്, ഫേക്കാശിയായിട്ട് ഇരിക്കുകയാണ്. വേണ്ട, ഞാനൊരു സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണ്. അതെ, അങ്ങനെ ഇവര് മിക്കവാറും ഓൺ സ്ക്രീനിൽ അടി ഉണ്ടാക്കാം ഗൈസ്. അതുകൊണ്ട് നമ്മളെ ചോദ്യത്തിൽ നിന്ന് പോകുന്നു. പിന്നെ ഒരാൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മൾ ഡ്രസ്സൊക്കെ സ്വന്തമായിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ മേടിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സുകളൊക്കെ മോഷ്ടിക്കാറുണ്ടോ എന്ന്. ആദ്യമായി ഞാനൊരു സത്യാവസ്ഥ പറയട്ടെ. 3 പേർക്കും കൂടെ ഒരു ഡ്രസ്സ് എടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഡ്രസ്സ് ഷോപ്പിങ്ങിന് പോവാറ്. നമ്മളെ വാപ്പ ചെറുപ്പത്തിലെ മുതലേ കെയറിങ് ഈസ് ഷെയറിങ് അങ്ങനെയൊക്കെ പറയും. അതെ, ഷെയറിങ് ഈസ് കെയറിങ്, ഷെയറിങ് ഈസ് കെയറിങ്. ഞാനാണ് ചിന്തിച്ചേ. ഓക്കെ, സോറി ഗൈസ്, ഇംഗ്ലീഷ് മാറിപ്പോയി. അപ്പൊ ഞാൻ എന്തേലും പറഞ്ഞത് മറന്നുപോയി. അതെന്തിനാ പറഞ്ഞത്? ഡ്രസ്സ്. അന്നേരം ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഒരു ഡ്രസ്സാണ് നമുക്ക് എടുത്തരാറ്. അപ്പം നമ്മൾ 3 പേരും അത് ഉപയോഗിക്കണം. അപ്പോൾ ദർ ഇസ് നോ ചാൻസ്, നമുക്ക് അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. വി ഹാവ് ടു വെയർ ഇറ്റ്. യെസ്, അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ കുറച്ച് വണ്ണം വെച്ചിരിക്കുന്ന കാരണം എനിക്ക് ഐസാടെ സൈനിമിന് മിക്ക ഡ്രസ്സുകളും ഇടാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ടീഷർട്ട്സ്, പിന്നെ ജീൻസുകൾ ഒട്ടും പറ്റില്ല. കാരണം എനിക്ക് വയറുവേദന എടുക്കാൻ തുടങ്ങും. കാരണം അത്ര ടൈറ്റാണ് കേസ്. അവൾ ജീൻസ് എനിക്ക് ഇടാൻ പറ്റില്ല. ഐഷി സൈനിമ റിബൺ കെട്ടിയിടുന്ന ടീഷർട്ട് എനിക്ക് ടൈറ്റാണ്. സോ എനിക്ക് അവരുടെ ഡ്രസ്സുകൾ ഇടാൻ പറ്റില്ല. പക്ഷെ ഐഷി സൈനിമും കോൺസ്റ്റന്റ് ഫൈറ്റ്. എന്താ ഐഷ ഒന്നും പറയാനില്ല ഇതിനെ കുറിച്ചിട്ട്? ഐഷ പറയാ, ഐഷ ഡ്രസ്സുകളാണ് സൈനബ് എപ്പോഴും മോഷ്ടിക്കാറ്. അതുകൊണ്ട് എന്താണ് തിരിച്ചുകൊണ്ട് ഏതോ വകയില്ല ഒന്നും വാങ്ങത്തില്ല. എനിക്ക് എവിടെ കാശ്? നിങ്ങൾക്കൊക്കെ കാശുണ്ട്, എനിക്ക് എവിടെ പൈസ പറഞ്ഞേ? എനിക്ക് വാപ്പ തരും, എനിക്ക് വാപ്പ തരാറില്ല. അവര് സൈനബിന് വാപ്പ കൊടുക്കാറില്ല, സൈനബ് അതും എടുക്കലാണ്. എനിക്ക് തരണം, അതെന്റെയാന്ന് പറഞ്ഞ അവളെ എടുക്കും. വാപ്പാക്ക് പേടിയാണ് അവളോട് എന്തെങ്കിലും പറയാനായിട്ട്. അതുകൊണ്ട് വാപ്പൊന്നും മിണ്ടില്ല. ഓ അടിയൻ എന്ന് പറഞ്ഞ് മുട്ടുമടക്കും.
പിന്നെ നമുക്ക് കൂടുതലായിട്ട് വന്നിട്ടുള്ള ചോദ്യം സ്ഥലം ഏതാണ്, ആക്ച്വൽ പ്ലേസ് ഏതാണെന്നാണ്. നമ്മൾ ആക്ച്വലി ആലപ്പുഴയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ സ്ഥലമില്ലാത്തൊരു നാട്ടുകാരാണ്. ശരിക്കും പറഞ്ഞ ഫോർട്ട് കൊച്ചിനാണെങ്കിൽ പോലും വി ആർ സെറ്റിൽഡ് ഇൻ ആലപ്പുഴ. ആലപ്പുഴയിലാണ് അല്ലേ? ഫോർട്ട് കൊച്ചി എന്താണ്? കൊച്ചൻ എന്നല്ല പറഞ്ഞത്, കൊച്ചിൻ എന്നാ പറഞ്ഞത് കേട്ടത്. ഈ മലയാളം മീഡിയത്തിൽ പറഞ്ഞ കൊച്ചി. അതാണ് നമുക്ക് കോൺസ്റ്റന്റ് വരുന്ന ചോദ്യം. ആലപ്പുഴയാണ് ഗൈസ്, കറക്റ്റ് പ്രോപ്പർ ആലപ്പുഴയിലാണ് ഇപ്പൊ നമ്മൾ സെറ്റിൽഡ്. വീടും അവിടെ തന്നെയാണ്. ഇനി വീട് എവിടെയാണ് ആരും ചോദിക്കട്ടാ. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ ആലപ്പുഴ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ സ്ഥലം ആലപ്പുഴയെന്ന്. എന്തോ ഞാനൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അന്നേരം വീട് എവിടെയാന്ന് ഒരാൾ അതിന് ചോദിച്ചിരിക്കണം കേസ്. ഏതോ ഐശയുടെ ബുദ്ധിയുള്ള ഒരാളാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് ഒരു സെറ്റ് ചോദ്യങ്ങൾ, 12 ചോദ്യങ്ങൾ നിരത്തി ഒരാൾ അയച്ചിട്ടുണ്ട്. സോ നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് ആദ്യം അതിലോട്ടേക്ക് നമുക്ക് പോവാം കേസ്. Was there a specific moment you realized this is working? യൂട്യൂബ് ആണ് വർക്കിംഗ്. അങ്ങനെയും നമുക്ക് ഗസ് ചെയ്യാം. അതാണ് ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് ഇല്ലായിരുന്നു. മനസ്സിലായോ? ചില മൂവ്മെന്റിൽ അത് ഒട്ടും വ്യൂസ് ഇല്ലാതെ പോകും. നിങ്ങൾ ഇപ്പോഴും എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ ചില വീഡിയോസിനൊന്നും ഒട്ടും വ്യൂസ് ഉണ്ടാവില്ല, ചില വീഡിയോസിന് വ്യൂസ് ഉണ്ടാവും. പക്ഷേ ഐ എൻജോയ് ഡൂയിങ് ദിസ്. അതെ, ഇവരുള്ള വീഡിയോസിലാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉണ്ടാവല്. ബാക്കി ഞാൻ ഒറ്റക്ക് വരുന്ന വ്യൂസിലൊക്കെ ചില സമയങ്ങളിൽ വ്യൂസ് ഉണ്ടാവലില്ല. അതെ, അവർ കണ്ടു പഠിത്തു തോന്നുന്നു. എന്താണ് നെഗറ്റീവാണ് കേസ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോസിൽ ഞാൻ കാണുമ്പോൾ എനിക്ക് വിഷമം വരും. അന്നേരം ഞാൻ വിചാരിക്കും വേണ്ടായിരുന്നു പുല്ലെന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ പിന്നെ മോട്ടിവേഷൻ എൻ്റെ ഉള്ളിൽ തന്നെ കണ്ടുപിടിച്ച് ഞാൻ വരും. അല്ലേ? പറഞ്ഞു കൊടുക്കി. സത്യം, വളരെ സത്യം. അടുത്തത് നമുക്ക് ഈ 12 ചോദ്യത്തിൽ നിന്ന് നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ കഴിയും. ഐഷ ഒന്നും മിണ്ടുന്നില്ല, നമുക്ക് മിണ്ടിപ്പിക്കാം. ഒരു പ്രത്യേക ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഐഷയുടെ ഹെയർ ലൈൻ, അതിന്റെ രഹസ്യത്തെ കുറിച്ച് പറയാനുണ്ട്. ഐഷ 2 വാക്ക് പറയൂ. ഐ ഹോപ്പ് യു സേയിങ് ദിസ്. പറയൂ. ഇല്ല സ്കിപ്പ് ഒന്നുമില്ല. നോ സ്കിപ്പിംഗ്. ഐഷയുടെ ഹെയർ ലൈനെ കുറിച്ച് 2 വാക്ക് ഐഷ പറഞ്ഞേ പറ്റത്തുള്ളൂ. എന്താണ് സീക്രട്ട്? ആ ഒരു ഇവിടെ നിന്ന് വരുന്ന ഇങ്ങനെ ഒരു ചാർലി ലുക്കില്ല, അതെങ്ങനെ കിട്ടി? ആ പരേ പ്രൈനസീറിന്റെ ഒക്കെ ഒരു കട. അതിനെപ്പറ്റി അല്ല ചോദിച്ചത്, ഹെയർ ലൈനെ കുറിച്ചാ ചോദിച്ചത്. എന്തെങ്കിലുമൊക്കെ ഉണ്ട്. എന്തിനെ കുറിച്ചാ ചോദിച്ചത്? പറയും. ഹെയർ ലൈനെ പറ്റിട്ട് പറയാ. ഇല്ലാത്ത സാധനം ഉണ്ടാക്കുന്നു. നാണം. സത്യം. നല്ല വൃത്തികേട്. ഇത് ഞാൻ എന്താ പറയാ, എനിക്കറിയാൻ പാടില്ല. ഹെയർ ലൈൻ സീക്രട്ട് ആരാ? പാരമ്പര്യം. അതങ്ങ് പറഞ്ഞാ പോരെ. അടുത്ത നെക്സ്റ്റ് കുറച്ച് പ്രാക്ടിക്കലാണ് ഗൈസ്. അപ്പൊ അടുത്ത ചോദ്യം, ഹു ആർ യുവർ ബിഗ്ഗസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സ് ഓർ ഫേവറേറ്റ് യൂട്യൂബേഴ്സ്? എനിക്ക് ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറയാനായിട്ട് അങ്ങനെ ആരുമില്ല. പക്ഷെ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്. പുള്ളി ഒരു ഫുഡ് ബ്ലോഗറാണ്. ഗ്രില്ലർജുൻ അങ്ങനെ ഒരു ഇല്ലേ? ആ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മാമ്മയുടെ മീൻകറിയും പുട്ടും ചപ്പാത്തിയും കപ്പയും കിട്ടുകയാണ്. ആ പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് പുള്ളിയാണ്. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസും കാണാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഐ തിങ്ക് ഹി ഷിഫ്റ്റഡ്, എങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്തത് കാരണം വീഡിയോസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇങ്ങനെ വലുതായിട്ട് ഇടല്ല. പക്ഷേ ഇട്ടിരുന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ പോലും മുടങ്ങാതെ കാണുമായിരുന്നു. ഹീസ് മൈ ഫേവറേറ്റ്. സൈനബിൻ്റെയോ? ഉണ്ടായിരുന്നില്ലേ സൈനബ് എപ്പോഴും കാണണ ഒരു? എല്ലാവരും കാണുമായിരുന്നല്ലോ. ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നില്ല ഈ അടുത്തും കൂടെ പറയണ്ടായിരുന്നല്ലോ. ഹാ സിസ്റ്റേഴ്സ്. ഏത് നേരവും പറയും. അതെ, സൈനബിന്റെ കഴിക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്ന സബ് ടൈറ്റിൽസ് ഇല്ലാത്തതൊക്കെ ആണ്. അതുകൊണ്ട് ഞാൻ അവരുടെ കാണുന്നത്. അടുത്ത ചോദ്യം, വാട്ട് സംതിങ് വ്യൂവേഴ്സ് ഡോണ്ട് നോ അബൌട്ട് യുവർ യൂട്യൂബ് ലൈഫ്? വാട്ട് സംതിങ് വ്യൂവേഴ്സ് ഡോണ്ട് നോ അബൌട്ട് യുവർ യൂട്യൂബ് ലൈഫ്? യൂട്യൂബ് ലൈഫിനെ കുറിച്ചിട്ട് വ്യൂവേഴ്സിന് ഓൾമോസ്റ്റ് എല്ലാം അറിയാം ഗൈസ്.
ഓൾമോസ്റ്റ് അല്ല എല്ലാം അറിയാം. ഇന്ന് പേഴ്സണൽ ലൈഫിനെ കുറിച്ചാണ് കുറേ കാര്യങ്ങൾ അറിയാത്തതുള്ളൂ. പക്ഷേ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എൻ്റെ യൂട്യൂബ് ലൈഫ് ഇസ് വെരി പരസ്യം. അതുകൊണ്ട് എല്ലാം കാണലുണ്ട്. അതുകൊണ്ട് അങ്ങനെ എല്ലാം കാണിക്കുന്നത് കൊണ്ടാണ് തോന്നുന്നു എനിക്ക് ചില വീഡിയോസിന് താഴെ നല്ല നെഗറ്റീവും വരാറുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നെഗറ്റീവ് ഇടുന്നത് കൊണ്ട് ആ വീഡിയോസിന് റീച്ചുണ്ട്, അത് സന്തോഷം. അടുത്ത ചോദ്യം ഇതിനകത്തായിരുന്നു ഗൈസ് ആ മറ്റേ ചോദ്യം വന്നത്. നമ്മൾ ഇത് കണ്ട, വാട്ട്സ് ദി മോസ്റ്റ് കോമൺ തിങ് യു ഫൈറ്റ് അബൌട്ട് ഓൺ ഓർ ഓഫ് ക്യാമറ. നമ്മൾ ആ ചോദ്യത്തിന് നമ്മൾ ഓൾറെഡി ഉത്തരം പറഞ്ഞാൽ നമ്മൾ പറയണില്ല. പിന്നെ വാട്ട് സംതിങ് ഈച്ച് സിസ്റ്റർ ഇസ് സീക്രറ്റ്ലി ബെസ്റ്റ് ആറ്റ്. നമുക്ക് ഐഷയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുറേ കാര്യങ്ങൾ. ഐഷ ഇസ് അത്ലറ്റ്. അത് കുറേ പേർക്ക് അത് അറിയില്ല. കാലഘട്ടം കഴിഞ്ഞു. ഐഷ സീക്രറ്റ്ലി അല്ല, ഷീ സ്റ്റിൽ ബെസ്റ്റ് ആറ്റ് ഇറ്റ്. പക്ഷെ അത് ഒരു കോളേജിൽ വേറെ ഓടിയായിരുന്നു തോന്നുന്നു അല്ലേ, 100 മീറ്ററിനൊക്കെ. ഓടാതെ പോയി. പക്ഷെ ഐഷ യൂസ് ടു ബി റിയലി ഗുഡ്. അത് ഐഷ 100 മീറ്റർ ആയിരുന്നു അല്ലേ? അറിയില്ലേ, അതായിരുന്നു ഐഷയുടെ ബെസ്റ്റ്. സൈനബിനെ കുറെ പേർക്ക് അറിയണ്ടാവില്ല. ട്യൂഷന് പോകുന്നു, കളിക്കാൻ പോകണു എന്ന് പറയുന്നുണ്ടാവും. പക്ഷെ ഷീസ എന്താണ് ആ സാധനത്തിന്റെ പേര് പറഞ്ഞിട്ട് അറിയില്ല. ബോൾ ബാഡ്മിന്റൺ അല്ലേ? എന്റെ കുറെ വ്യൂവേഴ്സിന് അറിയില്ല. പറഞ്ഞു കൊടുക്കേ. രാജാവേ ഒന്ന് പറയാവോ, ഒന്ന് മൊഴിയാവോ? എന്താണത്? പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ സോറി, എന്റെ തെറ്റ് ചോദിച്ച എന്റെ തെറ്റ്. എന്റത് പറഞ്ഞില്ലല്ലോ ഞാൻ. അത് സീക്രട്ട് അല്ലാത്തോണ്ട് ഗൈസ് ഞാൻ വരയ്ക്കും. പാട്ട് പാടുന്ന എല്ലാവർക്കും അറിയാം. കവിത എഴുതും, അത് ആർക്കും അറിയില്ല. ഇപ്പൊ വരക്കാറില്ല ഗൈസ്. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ നല്ലൊരു വരക്കാരിയായിരുന്നു. പക്ഷെ ഇപ്പൊ വരക്കാറില്ല, നിർത്തലാക്കി. എഴുതും. എനിക്കൊന്ന് എഴുതും, കുറെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ടേക്സ് ദ ലോങ്സ്റ്റ് ടു ഗെറ്റ് റെഡി ഫോർ എ ഷൂട്ട് ഓർ എ ഫംഗ്ഷൻ? എനിക്ക് തോന്നുന്നു സൈനബ് ഇതിലില്ല. ഞങ്ങൾ രണ്ടുപേരും ടേൺ എടുത്തിട്ടാണ്. ചില സമയങ്ങളിൽ ഞാനും, ചില സമയങ്ങളിൽ സൈനബ്. ഐഷ ഇല്ലേ? ഐഷ ഒട്ടില്ല. ഓക്കെ ഗൈസ്, ഐഷ ലേറ്റ് ആണ്. ഐഷ ലേറ്റ് ആയി ഒരുങ്ങാൻ തുടങ്ങുന്നുണ്ടായിരിക്കും. എന്നാലും ആദ്യം തൊട്ടേ ഒരുങ്ങാൻ എനിക്കറിയില്ല ഗൈസ്. ഞാൻ എന്ത് സംഭവിച്ചാലും ഞാൻ ഒരു ഡ്രസ്സ് തീരുമാനിക്കും. എന്റെ മനസ്സിൽ ഞാൻ ഒരു ഡ്രസ്സ് വിചാരിക്കും, ലിപ്സ്റ്റിക്കും കാണും. പക്ഷെ അത് ഇട്ട് കഴിയുമ്പോഴല്ലോ ഒരു കാശി കൊള്ളിണ്ടാവില്ല. അതാണ് പ്രശ്നം. എല്ലാം മൈൻഡിന്റെ പ്രശ്നമാണ്. അതെ, അതാ ഞാൻ പറഞ്ഞത്. ലിപ്സ്റ്റിക് ഇസ് ലൈക്ക് വെരി ഗുഡ്. അത് ഓക്കെ. അതെന്ന് വെച്ചാൽ കണ്ണ് ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും ഗൈസ്. ഞാനത് ചെയ്യുമ്പോണ്ടല്ലോ പെട്ടെന്നുള്ള സഹിക്കത്തില്ല. ഒരുമാതിരി കണ്ണിൽ ഇടിച്ചിട്ട പോലെയൊക്കെ ഇരിക്കും ചില സമയങ്ങളിൽ. സത്യം അങ്ങനെ തന്നെ. മദ്രസയില് ലിപ്സ്റ്റിക്കും അങ്ങനെയൊക്കെ ഐഷാഡോ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ 3-4 ഇൻസിഡന്റ് ഉണ്ട്. എനിക്ക് വളരെ നന്നായിട്ട് ഓർത്തിരിക്കുന്നത് മദ്രസയിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലിപ്സ്റ്റിക് ഇട്ടിട്ട് മദ്രസയിൽ പോയി ഗൈസ്. ലിപ്സ്റ്റിക്കും മേക്കപ്പ് സെറ്റൊക്കെ അതോടെ എടുത്ത് തൂരെ അടിച്ച് പൊടിച്ച് കളഞ്ഞു. 8ാം ക്ലാസ്സിൽ മദ്രസയില് എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. അതും ഗൈസ് നല്ലൊരു കടും മെറൂൺ കളറ്. ന്യൂഡൊന്നുമില്ല. ഞാൻ പണ്ടേ അങ്ങനെയായിരുന്നു. റെഡിനോടും മെറൂണോടും എനിക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു. അന്നും അത് തന്നെ, ഇന്നും അത് തന്നെ. സോ അതാണത് ഗൈസ്. പിന്നെ വാട്ട്സ് യുവർ മോസ്റ്റ് ഐക്കോണിക് സിസ്റ്റർ മൂവ്മെന്റ് ക്യാപ്ചേർഡ് ഇൻ എ വീഡിയോ? അതെനിക്ക് തോന്നുന്നു ഒരു വീഡിയോയുടെ ബിഗിനിങ്ങിൽ കേട്ടിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഞങ്ങൾ ഇതൊരു വാട്ടർഫോളിലോടെ ഇറങ്ങി. എല്ലാവരും ഇറങ്ങി. ഞാനാ വീഡിയോ എടുത്തത്. സൈനവിടെ കിടക്കുന്നത്. സൈനബ് മറ്റേ ഇതൊന്നും വരുന്നില്ലല്ലോ അല്ലേ, ഇതൊന്നും വരുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. പക്ഷെ ആക്ച്വലി മറ്റേ ആ ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ട്രോള് വീഡിയോ, ഇതൊന്നും വരുന്നില്ലല്ലോ അല്ലേ. കറക്റ്റ് ആ വീഡിയോയുടെ സാമ്യമായിരുന്നു. എനിക്ക് അതാണ് ദ ഐക്കോണിക്. തീരെ പഴയതാ. കട്ട്
അടുത്ത ചോദ്യം, ഡിസ്ക്രൈബ് ഈച്ച് അതർ ഇൻ 3 words ബട്ട് ബി ഹോണസ്റ്റ്. 3 വാക്കിൽ. ഐഷ 3 വാക്കിൽ, അല്ല വേണ്ട, ഐഷാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്, സൈനിബ് സ്റ്റാർട്ട് ചെയ്യും. 3 വാക്കിൽ ഞങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യും. ഫുഡ്, ഞാൻ പറയാം. സ്ലീപ്പ്, ടെമ്പർ. ഐഷാനെ ചെയ്തേരി. 10 3 മതി, 3. അതിന് ഒരെണ്ണം പോലും കിട്ടണ്ടേ. I lead a very quiet life. അതുകൊണ്ട് ഓ കാൺ വെയിറ്റ്. എന്റെ ടേൺ വരട്ടെ. ഫേക്ക് സമാധി. ഫേക്ക് സമാധി എന്ന് വെച്ചാ ഫേക്ക് സമാധാനം. അത് എടി സമാധി എന്ന് വെച്ചാ മരിച്ചു എന്നാണ്. എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായില്ല. അല്ല, സമാധി എന്ന് വെച്ചാ മരിച്ചു. ഫേക്ക് പീസ്. വെരി ഗുഡ് അറ്റ് ഫേക്കിംഗ് പീസ് ഓൺ ക്യാമറ. എല്ലാം ഫേക്ക് ആണ്. ഫേക്ക് സെക്കൻഡ് മദർ. എല്ലാം ക്ലീൻ ചെയ്യാൻ പറയും, പക്ഷെ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യും. അത് ഒറ്റ വാക്കി പറയാവോ? ഞാനിപ്പോ ഫേക്ക് മദർ എന്ന് പറഞ്ഞാ സെക്കൻഡ് മദർ അല്ല. നമ്മക്ക് ഐഷ എപ്പോഴും ക്ലീൻ ചെയ്യാൻ പറയൂല, പക്ഷെ ഐഷ അത് ഒറ്റക്ക് ചെയ്തിട്ട് നമ്മള് കൂടെ ചെയ്യണം. എന്തിനാ ഒറ്റയ്ക്ക് ചെയ്യണം? അപ്പൊ ഹിപ്പോക്രിറ്റ് എന്ന് പറഞ്ഞു. ഹിപ്പോക്രിറ്റ്. ഹിപ്പോക്രിറ്റ് വെരി ഹിപ്പോക്രിറ്റ്. സെക്കൻഡ് എന്തെങ്കിലും കുറ്റം പറഞ്ഞാ അത് ഒറ്റമാക്കി പറയാൻ കഴിയില്ല. കുറ്റം പറഞ്ഞാ സമ്മതിക്കത്തില്ല. അത് ഒരു നെഗറ്റീവായിട്ട് അതൊക്കെ ഹിപ്പോക്രിറ്റിലേ വരും. വളരെ നെഗറ്റീവായിട്ട് എന്റെ കേസിൽ എടുത്തിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലില്ല, കറക്റ്റാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടെമ്പർ നെഗറ്റീവ് അല്ലേ എന്നെ പറഞ്ഞു. ഞാൻ വളരെ പിന്നെ വേറൊരു കാര്യം ഇതാണ്, ഐഷ ഇസ് വെരി എന്തിനാ പറയണേ, എല്ലാം സീരിയസ് ഒക്കെ എടുക്കും ഗൈസ്. പക്ഷെ സീരിയസ് ഒക്കെ എടുക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഐഷ വളരെ ജോക്കായിട്ട് എടുക്കത്തുള്ളൂ. I know so many are gonna agree to this with me, but they are not here. അതുകൊണ്ട് ഭാഗ്യം ക്യാമറ ഓൺ ആയത്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെയാ. ഓക്കെ, ഞാൻ സൈനബിനെ കുറിച്ച് പറയാം. ആയിത്ത് ടാൻ, ദ വെരി ബ്രില്യൻ ടാൻ. സൈനബിന്റെ മുടി ഇങ്ങനെ കിടക്കണത് സൈനബ് നന്നായി പറഞ്ഞായിരുന്നു. സൈനബ് നന്നായിട്ട് കളിക്കാൻ പോണത് കാരണം ടാൻ അടിച്ചിരിക്കുന്നത് സൈനയുടെ മുടി ഇങ്ങനെ കിടക്കുന്നത്. സോ അവളെ ടാൻ മുടിയുടെ ഇങ്ങനെ ചുറ്റിപ്പട്ടിയായിരിക്കുന്നത്. സോ ടാൻ ആണ് ആദ്യത്തെ വാക്ക്. രണ്ടാമത്തെ വാക്ക് ഇല്ല ഇതൊക്കെ കണ്ടില്ല. അവരാരും കണ്ടില്ല. കണ്ടോ ഐസ? ഞാൻ തന്നെ കണ്ടില്ല. ആ കണ്ട ഞാൻ കണ്ടിട്ട് ശരിക്കും മൂന്നാമത്തെ വാക്ക് ലൈറ്റിംഗ് കുറച്ച് കുറഞ്ഞോ, ക്ലാരിറ്റി കൂടി. വെളിച്ചം പറഞ്ഞു. മൂന്നാമത്തെ വാക്ക് എന്ന് പറയാനായിട്ട് അത് കൂടെ എന്താടോ ചിലപ്പോ എപ്പോഴും പറഞ്ഞ വാക്ക് താൻ എന്താടോ അങ്ങനത്തെ ഒരു വാക്കുണ്ട്. മൂന്നാമത്തെ എന്താ പറയാ, മൂന്നാമത്തെ ഒന്നും ഇല്ലെന്തോ. മൂന്നാമത്തേക്ക് അറിയില്ല. മൂന്നാമത്തെ എക്സ്പ്ലനേഷൻ എനിക്ക് അറിയില്ല. അടുത്തത് ഐഷ. ഞാൻ പറയാൻ അല്ലല്ല ഐഷാന്റെ വാക്ക്. ഐഷാനെ പറയാനാണെങ്കിൽ സ്കൂട്ടർ. അതെ ഐഷ. ഓ അത് മാത്രല്ല ഗൈസ്, ആകെ നരന്ത് പോലെ ഉള്ളൂ ആ സ്കൂട്ടറിന്റെ മൊത്തം സ്പേസ് അവർക്ക് ഇരിക്കാൻ വേണം ഓടിക്കുമ്പോ. ബ്രേക്കൊക്കെ എടുക്കുമ്പോ ബ്രേക്കൊക്കെ ഇരിക്കുമ്പോ ഒലിച്ച് ഫ്രണ്ടിലേക്ക് പോകും. നമ്മൾ ബാക്കിലിരിക്കുന്ന ആൾക്കാരും അവളെ പോലെ തന്നെ ഒലിച്ച് വരൂ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥ ഇല്ല. ശിൽവിലേക്ക് നിങ്ങളെന്തിനാ ഫ്രണ്ടിക്ക് തന്നെയത്, നമ്മളിങ്ങനെ ഇരിക്കോ നാളെ പിടിക്കാൻ പോലും എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പിടിച്ച് ഐഷയുടെ ഓടിക്കൽ എന്റെ പൊന്ന് ഗൈസ്. നിങ്ങൾ ആരെങ്കിലും എന്നെ പുറത്ത് വെച്ച് ഇവിടെ ബാക്കിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ ഇന്ന് ഞാൻ ഐഷാന്റെ കൂടെ പുറത്ത് പോയായിരുന്നു ഗൈസ്. ഐ നിയർലി ഡൈഡ്, ലൈക്ക് ലിറ്ററലി ഐ നിയർലി ഡൈഡ്. ബിക്കോസ് ഇപ്പുറത്തോട്ട് ഞാൻ ഐശ്വര്യ നമുക്ക് വണ്ടിയിൽ നിന്ന് അടിയുണ്ടായി കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തിരക്കായതുകൊണ്ട് അവർ കേൾക്കും. അതുകൊണ്ട് ഞാൻ നല്ല ഭാഷയിൽ ഐശ്വര്യ പറയാ ഈ സൈഡിലും കൂടെ നോക്കണോന്ന്. അപ്പൊ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും
പക്ഷെ ഈ സൈഡിലോട്ട് നോക്കിയിട്ടില്ല. അപ്പുറത്തിരുന്ന് അപ്പാപ്പൻ എന്നെ നോക്കുകയാണ്. ഇവള് നേരെ നോക്കി ഓടിക്കണത്. അയാളുടെ ഫ്രണ്ടിലേക്ക് ഇവള് നേരെ ഓവർടേക്ക് ചെയ്ത് അയാൾ എടുക്കാൻ നിൽക്കായിരുന്നു. ആ പുള്ളി അത് കഴിഞ്ഞ ശേഷം ആ അപ്പാപ്പ എന്നെ നോക്കാം. അപ്പൊ ഞാനുണ്ടല്ലോ, ഞാൻ എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ എന്നിട്ട് ഇങ്ങനെ കാരണം ഞാൻ തന്നെ എന്റെ ജീവിതം മനസ്സിലായോ, ഇങ്ങനെയാണ് ഇരിക്കണത്. ഇവരെ ഞാൻ എന്ത് പറയാനാണ്. അതാണൊന്ന് സ്കൂട്ടർ. രണ്ടാമത്തെ വാക്കെന്ന് പറഞ്ഞ ആള് കേളി ഹെയർ ഇഷ്ടമാണ്. കുളിച്ച് കഴിയുമ്പോൾ മാത്രം. അപ്പം നന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ നൂഡിൽസ് പോലെ ആക്കും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അതൊന്ന്. പിന്നെ മൂന്നാമത്തെ വാക്ക് സെൽഫിഷ്, വെരി സെൽഫിഷ്. അതാണ് മൂന്നാമത്തെ വാക്ക് ഗൈസ്. ഞാൻ നേരത്തെ പറയാം. ഓക്കെ, അത് എന്നെ പറയാൻ പറ്റില്ല. അടുത്ത ആഴ്ച സൈഡ് പറയും. അയ്യോ എന്തായിരുന്നു ആയിട്ടെന്തായിരുന്നു? ഇതല്ല സ്പോർട്സിന് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. മാറ്റി പറയൂ. വാട്ട് ഈസ് ദിസ്? ലൈഫ് മാച്ച് ചെയ്യാം. ഗുഡ് വൺ, ഗുഡ് വൺ. എല്ലാവർക്കും സ്പോർട്സിനെ എന്തായാലും കളിക്കുന്നത് കണ്ടിട്ടില്ല നല്ല സ്വഭാവത്തിന് അല്ലേ? കളിക്കണ ഞങ്ങൾ ഇതുവരെ വിളി കളിക്കുന്നത് കണ്ടിട്ടില്ല കേസ്. ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളെ വിളിക്കാറില്ല. കളിക്കത്തില്ല. ഞങ്ങൾ ഒന്നിനും ചെയ്യാറില്ല. ഒന്നും. സ്പോർട്സ്, പിന്നെ പഠിപ്പി, പിന്നെ സൈഡ് നല്ല ട്രാവലർ ആയിരിക്കും തോന്നിയിട്ടുണ്ട്. ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. മേ ബി ബിക്കോസ് അവളെ വീട്ടിലിരിക്കത്തില്ല. സത്യം വീട്ടിലുണ്ടാവലേ ഇല്ല സൈനബ്. ഉള്ള സമയത്തിൽ അവൾ ഉറക്കവാ. ഇല്ല അങ്ങനെയല്ല, അവൾ എപ്പോഴും പുറത്താ. എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടെങ്കിൽ അവൾ ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ അവൾ എല്ലാത്തിനും പോകും. അവളെ കുറേ വീട്ടിൽ വിടാത്തോണ്ടാ. അല്ലെങ്കിൽ അവൾ ഇറങ്ങിയാൽ ശരിയാ. അപ്പൊ എനിക്കും കച്ചാലും മെജോറിറ്റി ടൈം പോകാൻ മടിയാ. എനിക്ക് പിന്നെയും പോകാൻ പറ്റും. പിന്നെ എനിക്ക് ഭയങ്കര മടിയാണ്. ഭയങ്കര ഇഷ്ടമാണ് പുറത്തു പോണേ. എക്സാക്ട്ലി. പിന്നെ ഐശാന്റെ ഞാൻ പറഞ്ഞേ, ഞാൻ നേഴ്സാ. നമുക്ക് വയ്യാണ്ടൊക്കെ ആവുമ്പോ നല്ലോണം നോക്കും. നമ്മുടെ വീട്ടിലെല്ലാരും എങ്ങനെയാന്ന് എനിക്ക് തോന്നുന്നത്. സൈനിപ്പവും അങ്ങനെ തന്നെയാണ്. എല്ലാരും അങ്ങനെ തന്നെയാണ്. വയ്യാണ്ടായി കഴിഞ്ഞാൽ എല്ലാരും നല്ല കെയറിങ്ങാണ്. ഓ അങ്ങനെ ഒരു ഇതിലല്ലേ? അങ്ങനെയല്ല ഞാൻ ചെയ്യാറ്. നീ മാത്രം സ്വന്തമായിട്ട് പറഞ്ഞാൽ മതി. ഞങ്ങളാരും അങ്ങനെയല്ല ചെയ്യാറ്. വി ആർ വെരി ഹാപ്പി ടു ഹെൽപ്പ്. നെക്സ്റ്റ് അടുത്ത് ഖദീജ. എന്നെ കുറിച്ച് പറഞ്ഞില്ല. ഫാസ്റ്റ് ഈറ്റർ. ഫുഡ് നോക്കി അത് അടുത്ത്. പക്ഷെ അതല്ല, ഫാസ്റ്റ് ടീച്ചറാ. ഫുഡ് കൊണ്ട് വെക്കും, ശ്വസിച്ച് കയറ്റും. ഡ്രിങ്ക് അതിന് സമയം എടുക്കില്ലേ? ഇത് ശ്വസിക്കും. നമ്മള് കഥ ഫുഡ് കഴിക്കാൻ ഇരുന്നാല് ഫുഡ് കൊണ്ട് കഥ വെക്കും, ഞങ്ങൾ ഇരിക്കും, കഥ എണീക്കും കഴിച്ചിട്ട്. ഞാൻ സ്ലോ ഈറ്റർ ആണ്. ഞാൻ ഭയങ്കര ഫാസ്റ്റ് ഈറ്റർ ആണ്. പെട്ടെന്ന് തിന്നു. പിന്നെ അടുത്തത് എന്താണ് പോസിട്ടിരിക്കുന്നത്? ഭയങ്കര ടോക്കറ്റീവ് സംസാരിച്ചു തുടങ്ങിയാൽ സംസാരിച്ച് തുടങ്ങിയാലേ. അല്ലെങ്കിൽ ഞാൻ ഇൻട്രോവേർട്ട് തന്നെയാണ്. ആണോ? അല്ല, നീ ഒട്ടും വലുതന്നെ. ഞാൻ എടി അവൾ ടോക്കറ്റീവ് കണ്ടിട്ടില്ലേ? സിസ്റ്റർ ടൈം. അത് എന്ത് ഒരു മണിക്കൂർ നീണ്ടിരിക്കുന്ന ടോക്കറ്റീവ് ടൈം. അത് ടോക്കറ്റീവ് നമുക്ക് പറയാൻ പറ്റില്ല. കഥ മണിക്കൂറോളം നീണ്ടിരിക്കും. ടോക്കറ്റീവ് ആണ്. ലിസണർ, നല്ലൊരു ലിസണർ ഉണ്ടെങ്കിൽ നല്ലൊരു ടോക്കറാണ്. ടോക്കർ ഇസ് ദാറ്റ് എ വേർഡ്? ടോക്കറ്റീവ് പേഴ്സൺ ആണ്. മൂന്നാമത് ഹെയർ. ചിലർ നാച്ചുറലി ബ്ലെസ്ഡ്. ആക്ച്വലി കഥ ഒട്ടും നോക്കത്തില്ല ഹെയർ, ബട്ട് സ്റ്റിൽ ഹാസ് എ ഗുഡ് ഹെയർ. ഇൻ ദ സെൻസ് ഈ സ്റ്റൈൽ ചെയ്തെടുത്തില്ലേ അതുപോലെ ഹെയർ എങ്ങനെ ഇട്ടാലും Now I feel bad. മനസ്സിലായോ? Now you are making me feel bad. അല്ല, I said you're selfish and all. Now I have to say about something you're good at, bro. ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടല്ലേ പറഞ്ഞത്. അല്ലല്ല ഗൈസ്, ആ സെൽഫിഷ് എന്നുള്ള വാക്കിനെ തിരിച്ചെടുത്തു. ഷീസ് മേക്കിംഗ് മീ ലുക്ക് ബാഡ് നൗ. ഷീസ് പാവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈനബിന്റെ +1 റിസൾട്ട് ആരൊക്കെ വേറെ എടുത്തു വെച്ചത് പശിച്ചു. ഓക്കെ, +1 റിസൾട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൈനബ്. പറയുന്ന അപ്പൊ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേറൊരു ചോദ്യം യോജിപ്പിക്കുകയാണ്. somebody asked who is this പഠിപ്പി, പിന്നെ who is so like പഠിക്കണ ആൾ ആരാണ്, പഠിപ്പി ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് ഹർ. പിന്നെ ഓർഡറിൽ പോവാണെങ്കിൽ ഷീ, ഹർ, then ബി. അല്ലല്ല, ഇങ്ങനെ അല്ല അല്ല പഠിപ്പി ഞാൻ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അതെനിക്കറിയോ? A+A കഴിയുന്ന ആളാ. ഞങ്ങൾ അതെ കണ്ടാല് ഞാൻ പാസ്സായ സന്തോഷിക്കും. ദാറ്റ്സ് മീ. അല്ല, എന്റെ വയസ്സിൽ നിങ്ങൾ ആരും പഠിക്കൂലായിരുന്നു, പക്ഷെ ഐഷ ഇപ്പൊ പഠിക്കും. അത് ശരിയാട്ടോ. അവളുടെ ഏജില് ഞങ്ങൾ ഒരു അക്ഷരം പഠിക്കൂലായിരുന്നു. പാസ്സായ തന്നെ പഠിച്ചവരോട് ഉമ്മച്ചി യാസീൻ ചൊല്ലുമായിരുന്നു.
പക്ഷെ ഞാൻ അന്നും ഇന്നും ഐ എം വെരി ലോയൽ. അന്നും ഇന്നും ഞാൻ പഠിക്കില്ല. ഇന്നും എനിക്ക് പേടിയാണ് മാർക്കിന്റെ കാര്യം പറയുന്നത്. ഞാൻ വീട്ടിൽ പറയാറുമില്ല. ഐഷ ഇസ് ലൈക്ക് ഐഷയുടെ 3 ഇയർ കുറെ ആൾക്കാർ എന്താണ് എൻ്റെ സിസ്റ്റേഴ്സ് പഠിക്കണേന്ന് പറഞ്ഞു. സൈനബ് ഇപ്പൊ +2 ഐഷ പറഞ്ഞു, എനിക്കത് ഇപ്പോഴും പറയാറില്ല. ഐഷ ബികോം ചെയ്തു. പിന്നെ ബികോം ചെയ്ത് MBA ചെയ്യണം. ഞാൻ MBA ചെയ്യണം. ബികോം കഴിഞ്ഞിട്ട് MBA ചെയ്യണം. MBA ചെയ്യണോ ഗൈസ്? നെക്സ്റ്റ് ഇയർ അതും കഴിയും. ഞാൻ LLBക്ക് പഠിക്കുകയാണ്. കുറെ ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ലായിരിക്കും. ഞാൻ 5 ഇയർ LLBക്ക് പഠിക്കുകയാണ് ഗൈസ്. ഫൈനൽ ഇയറിലാണ്. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് പറയാനുണ്ട് താല്പര്യമില്ല, എനിക്കിഷ്ടമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് എ നിക്നെയിം? ഇല്ല. ഐഷനെ ഞാൻ ഇല്ല, എന്നെ കജ്ജാന്ന് വിളിക്കാറ്. എന്നെ ഖദീജാന്ന് ഇവിടെ ആരും വിളിക്കാറില്ല. ഞാൻ ഐഷനെ ഐസി എന്നാണ് വിളിക്കാറ്. ഞാൻ ഐഷനെ ഐഷത്താന്നും ഫോം ഗൈസ്. ഞാൻ തൊടുപുഴയിലുള്ള സമയത്ത് വിളിക്കും. അന്നേരം എനിക്ക് ആ വിളിയിൽ മനസ്സിലാവും എന്തോ ഉണ്ട്. എങ്ങനെ വിളിക്കാറ്? കജ്ജത്താ ഇങ്ങനെയായിരിക്കും വിളിക്കുക. അല്ലെങ്കിൽ എന്താടോ, താൻ എന്താടോ എടോ എന്നൊക്കെയാണ് വിളിക്കാറ്. എൻ്റെ പെറ്റ് നെയിം എനിക്കൊന്നും എല്ലാവർക്കും അറിയായിരിക്കും. കജ്ജസ്. അതിന്റെ ഒറിജിനലാണ് ഐഷയാണ്. ഐഷ കുഞ്ഞായിരുന്ന സമയത്ത് ഐഷ ഖദീജ എന്ന് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. സോ ഷീ സ്റ്റാർട്ടഡ് കോളിങ് മീ കൈജ എന്നായിരുന്നു തുടക്കത്തിൽ. ആൻഡ് ദെൻ ഇറ്റ് വെന്റ് ഇൻ ടു കജ്ജ. എന്നെ പണ്ട് ഖത്തറിലുണ്ടായിരുന്ന സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കുറേ ആൾക്കാരൊക്കെ എന്നെ കദു എന്ന് വിളിക്കുമായിരുന്നു. പക്ഷെ നാട്ടിലേക്ക് വന്നപ്പോൾ കദു എന്നുള്ളത് മാറി, കജ്ജ എന്ന് വിളിക്കാറ്. സോ ഇറ്റ്സ് ലൈക്ക് ഫെബ മാത്രം. ഫെബയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗൈസ്. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. സോ വി സ്റ്റിൽ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ അവൾ മാത്രം എന്നെ കദു എന്ന് വിളിക്കുള്ളൂ. സോ ഷീ ഈസ് ലൈക്ക് ദ ലോങ്സ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് I still have. I hope you're watching this. I love you. Cringe at its finest. Do you guys involve in household chores? If so, which one does the most? ചോദ്യം it's obviously Aisha is very involved. Aisha is very involved in every kind of chores, gossips and കണക്കും പറയും ഗസ്. ഞാനത് ചെയ്തു കണക്കാണ്. അത് ഭയങ്കര ഓർമ്മക്കൊക്കെ ചെയ്ത ഓർമ്മ പോലെ ഉണ്ടാവില്ല. ചെയ്യാറുണ്ട്, ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ഇന്നൊക്കെ എന്തൊക്കെ ചെയ്യാറില്ലാത്തപ്പോൾ ഞാൻ പറയാറുണ്ട്. അതാണ് അത്. എങ്ങനെ ഫിറ്റ് ആയിരിക്കും. ഗൈസ് എല്ലാവർക്കും ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ മെലിഞ്ഞിരിക്കണത്, ഞാൻ ഇത്രയും ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെ മെലിഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടവരോട്. നേരിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി വണ്ണം ഉണ്ട് ലേശ. ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന് വണ്ണം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് കറക്റ്റ് വണ്ണാണ്. ഞാൻ ചിലപ്പോൾ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിനുള്ള വണ്ണം എനിക്കില്ല എന്നെനിക്ക് ചില സമയങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അത്രയും ഫുഡൊക്കെ കൺസ്യൂം ചെയ്യും. പക്ഷെ നിങ്ങൾ കാണുന്ന പോലെ ഞാൻ മറ്റേ സ്റ്റൈലാണ്. ഇഷ്ടമുള്ളതെല്ലാം കഴിക്കും. മമ്മൂട്ടി അറിയില്ല, ഇഷ്ടമുള്ളതെല്ലാം കഴിക്കും, ഇഷ്ടമുള്ള അത്രയും കഴിക്കില്ല എന്നേ ഉള്ളൂ. ആ രീതിയിലോട്ടേക്ക് ഞാൻ റെഡ്യൂസ് ചെയ്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒരു ഇടയ്ക്ക് നല്ലപോലെ വണ്ണം വെച്ചായിരുന്നു. ഈ അടുത്തൊരു കൂട്ടുകാരി ഫോൺ വിളിച്ചപ്പോൾ അവൾ എന്നെ അത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് വണ്ണം വെച്ചായിരുന്നു. എൻ്റെ വെയിറ്റ് ഒരു 51-52 ആ ഒരു ഇതല്ല. KG നോക്കുമ്പോൾ അത്രയാണ്. പണ്ടത്തെ ആംബിഷൻ എനിക്ക് ചെറുപ്പത്തിൽ സയന്റിസ്റ്റ് ആവണമെന്നായിരുന്നു ഗൈസ്. എനിക്ക് ചെറുപ്പത്തിൽ സയന്റിസ്റ്റ് ആവണമായിരുന്നു. പിന്നെ പ്രൊഫസർ, പിന്നെ സൈക്കോളജിസ്റ്റ്, പിന്നെ ക്രിമിനോളജിസ്റ്റ്, പിന്നെ ഫാഷൻ ഡിസൈൻ എനിക്ക് എടുക്കണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് LLB വന്നിരിക്കുന്നത്. അതൊരു വേണ്ടായിരുന്നു. അതെ, ഇപ്പൊ എനിക്ക് ഒരു ബിസിനസ്, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആംബിഷൻ. ഒരു നല്ലൊരു ബിസിനസ്. പിന്നെ എനിക്കിങ്ങനെ തിന്ന് ജീവിക്കുന്നത് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് തിന്ന് ജീവിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഐഷയുടെ ആംബിഷൻ ഐഷ പറഞ്ഞു. ഇറ്റ്സ് വെരി അക്കാഡമിക്. നീണ്ടൊരു ആംബിഷൻ ആണ് ഗൈസ്. അത് പ്രത്യേകിച്ച് എന്താണെന്ന് അറിയാം, ഒരു കാലഘട്ടത്തിൽ പോലും ഇല്ലായിരുന്നു. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴല്ലോ സഹിക്കാൻ വയ്യ അത്ര ആംബിഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ വാപ്പിച്ചിക്ക് ഇവിടെ ആംബിഷൻ കേൾക്കുന്നത് പേടിയാണ്, കാരണം പുള്ളിയുടെ പോക്കറ്റ് വിഷമമായിരുന്നു. അതെ, എന്റെ മോക്കൊരു ആംബിഷൻ ഇല്ലേ, പഠിക്കുന്നില്ലേ. സ്പോർട്സിലേക്ക് പോകുന്ന വിചാരിച്ചു ഞാൻ മൊത്തത്തില്. പക്ഷെ അതൊന്നുമല്ല. അത് നല്ലപോലെ ഓർക്കുന്നു ഞാൻ. അതെനിക്ക് ഇപ്പോഴും ഉണ്ട്, പറ്റി തരുന്നെങ്കിൽ. പക്ഷെ അതിൽ കൈവനിക്കില്ല. പിന്നെ ഉമ്മ സമ്മതിച്ചില്ല. ഇനി പറഞ്ഞോ, സൈനബിളിന്റെ പറഞ്ഞോ. ആദ്യം തൊട്ട് ഡോക്ടർ, പിന്നെ ഏവിയേഷൻ, പിന്നെ പൈലറ്റ്, എയറോസ്ട്രസ് ആയി. അതൊക്കെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു.
പൈലറ്റ് ആവാൻ പറ്റത്തില്ല, കണ്ണാടിയുള്ള ഏവിയേഷൻ എയർ ഹോസ്റ്റസ് ഒന്ന് ബ്ലോക്ക് ചെയ്തു. പിന്നെ വീണ്ടും ഞാൻ ഡോക്ടർ വേറൊരു ഓപ്ഷൻ ഇല്ല. വേറൊരു ഓപ്ഷൻ ഇല്ല, സോ അത് ബ്ലോക്ക് ചെയ്ത് വിട്ടു. അടുത്തത്, ഹൗ യു എൻജോയ് ബീങ് ആൻ ഇൻട്രോവേർട്ട്? ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഇൻട്രോവേർട്സ് ആണ്. എനിക്കൊന്ന് മേ ബി ഒരു ആംബിവേർട്ട് എവിടെയെങ്കിലും ആ ട്രേറ്റ് ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ വാപ്പ ഉമ്മ ഞങ്ങൾ 3 പേരും ഇൻട്രോവേർട്സ് ആണ്. വി ഡോണ്ട് ലൈക്ക് എനി ദിസ് ഈ സോഷ്യൽ ഗ്യാതറിങ്സ് ഒക്കെ ഭയങ്കര ഫിയർഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. ആയിഷ ആംബിവേർട്ടാന്ന് തോന്നുന്നു. എനിക്ക് സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ആംബിവേർട്ടാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങളാണ്. എനിക്ക് സോഷ്യൽ ഫിയർ ഉണ്ട്. സോ എനിക്ക് സോഷ്യൽ ഗ്യാതറിങ്ങിൽ പോകാൻ പറ്റില്ല. ഞാൻ എൻ്റെ വാപ്പച്ചിയാണ് ഏറ്റവും കൂടുതലുള്ളത്. വാപ്പക്ക് ഇപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോയവർ ഇപ്പോഴും ഹി ഫൈൻഡ്സ് ഇറ്റ് വെരി ഓക്വേർഡ്. സോ ലൈക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റേജിൽ കയറില്ലേ, ആ സിറ്റുവേഷനിൽ വാപ്പനെ കാണിക്കാൻ പെട്ടെന്ന് വാപ്പ അന്നാണ് ഡിസപ്പിയർഡോ അപ്രതികം ഡിസപ്പിയർഡ് വാനിഷ് ആ സംഭവമാവും. എനിക്ക് അഭിനയിക്കാൻ പറ്റും, ഒരു എക്സോവേർട്ട് ആയിട്ട് അഭിനയിക്കാൻ പറ്റും ലൈക്ക്. പക്ഷെ ആക്ച്വലി ഡീപ്പ് ഇൻസൈഡ് വിത്തൗട്ട് എനി എഫേർട്ട് ഐ ആം ആൻ ഇൻട്രോവേർട്ട്. മിണ്ടാതിരിക്കുക, ആൾക്കാരുടെ അടുത്ത് മിണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ അതിലും ബുദ്ധിമുട്ടാണ് ഗൈസ്. അത്രയും പാടാണ്. എനിക്ക് ആ കയ്യിലുണ്ടാകുന്ന അത്ര കൂട്ടുകാരേ ഉള്ളൂ. സൈനബ് ഐഷയും അങ്ങനെ തന്നെയാണ്. പക്ഷെ സൈനബ് ആണെന്നല്ലേ ഐഷ കൊല്ലി കൂട്ടുകാർ. അവളൊരു ഇൻട്രോവേർട്ടാണ്. പക്ഷെ കൂട്ടുകാരുണ്ട്. സൈനബ് ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പാടേയില്ല. കുറേ കൂട്ടുകാരുണ്ട്. കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് വേഗത്തിൽ ഓടിച്ച് പറയാം. ഞാൻ ഈ ഇൻട്രോവേർട്ട് ആയത് കൊണ്ട് ലോൺലി ആണോ എന്ന് ചോദിച്ചൊരു ആളുണ്ട് കേട്ടോ. എനിക്ക് ഐ വോണ്ടഡ് ടു ആൻസർ ദിസ് നോ. ഈവൻ ദോ സംടൈംസ് ഇറ്റ് ഫീൽസ് ലോൺലി. പക്ഷെ നിങ്ങളിത് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ആൾക്കാർ നമ്മുടെ ചുറ്റും ഇല്ലെങ്കിൽ ആൾക്കാരില്ലാത്തതാണ് നല്ലത്. ഇറ്റ്സ് ബെറ്റർ ടു ബി അലോൺ റാദർ ദൻ ഹാവ് ദി റോങ് പീപ്പിൾ അറൗണ്ട് യു. അഗ്രി എക്സാക്ട്ലി. സോ നമ്മൾ ആ ഒരു നോഷനിൽ ജീവിക്കുകയാണ്. ആൻഡ് ദ ബെസ്റ്റ് അഡ്വൈസ് ഐ ഗിവ്, ഓക്കെ, സംബഡി ഗേവ് ദിസ് ടു മീ, സോ ഐ ഗിവ് ഇറ്റ് ടു യു ഓൾ. വെൻ ഗിവൺ ദ ചോയ്സ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് ബീങ് കൈൻഡ്, always choose kind. Always. Sometimes it's okay to lie if it means to ആൾക്കാരെ ഹേർട്ട് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ. സോ ആ ട്രൂത്ത് പറഞ്ഞ ആ വ്യക്തിക്ക് വിഷമമാവുമെങ്കിൽ ഇറ്റ്സ് ഓക്കെ ടു ബി വൈറ്റ് ലൈ. സോ ഇറ്റ്സ് ഓക്കെ ടു ലൈ സംടൈംസ്. വൈറ്റ് ലൈ ഞാനിപ്പോൾ പറഞ്ഞ സാധനത്തിനെയാണ് വൈറ്റ് ലൈ എന്ന് പറയും. കള്ളം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ലൈക്ക് ഇഫ് യു ക്യാൻ ഗിവ് സം കൈൻഡ് ഓഫ് വൈറ്റ് ലൈ, വെള്ളനുണ. അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചവനെ അവൻ അനോണിമസ് ആയത് അവരെ ഇഷ്ടപ്പെട്ടു. അല്ല രീതി ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഇല്ല, കല്യാണമൊക്കെ നടക്കണ്ടേ? ഈ ഒരു ചോദ്യം ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളോട് ചോദിച്ചു കല്യാണം കഴിച്ചതാണോ എന്ന്. ഞാൻ കല്യാണം കഴിച്ചതല്ല, ഞാനാണ് കല്യാണം കഴിച്ച 2 പിള്ളേരുണ്ട്, ഞാനും ഐശ്വര്യം. കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ചെറുപ്പം മുതൽ വാപ്പ ഉമ്മയും വെറുതെ കെട്ടാതെയും പ്രസവിക്കാതെയും തന്ന 2 എണ്ണമാണിത്. ആൻഡ് ഞാൻ കല്യാണം കഴിച്ചില്ല, ഞാനാണ് മൂത്തത്. സോ ഞാൻ കഴിച്ചിട്ടില്ല, ആരും കഴിച്ചിട്ടില്ല. ഞങ്ങൾ ആരും ഇപ്പോഴും കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നില്ല. ബിരിയാണി. ആൻഡ് സംബഡി ആസ്ക്ഡ് ബിരിയാണി ഓർ മന്തി. ബിരിയാണി ഫാൻ. വി ആർ ബിരിയാണി. ദിസ് ഇസ് മന്തി. പുറത്തുനിന്ന് മേടിച്ച മന്തി അല്ല ബിരിയാണിയാണ് വീട്ടിലുണ്ടാക്കിയത്. എപ്പോഴും ഇഫ് ഗിവൺ ചോയ്സ് ബിറ്റ്വീൻ ബിരിയാണി ഓർ മന്തി, വി ആർ ഓൾവേസ് ബിരിയാണി. ഞാനും ഐഷ ബിരിയാണി, ഷീസ് മന്തി. വീട്ടിൽ മന്തി ഉണ്ടാക്കാറില്ല, ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ദാറ്റ്സ് ലൈക്ക് നോട്ട് ദി നമ്മൾ ഇവിടെ കഴിക്കുന്ന ബിരിയാണി മന്തി അല്ല, ഡിഫറെന്റ്. What will be your parents' reaction if you guys got a boyfriend? വാപ്പായും അതിനുള്ള ചോദ്യം ഞാൻ ഒരു വാക്കിൽ ഒതുക്കുകയാണ്. വാപ്പായും ഉമ്മായും ഞങ്ങളെ വീഡിയോസ് എല്ലാം കാണുന്നതാണ്. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഞങ്ങൾ ആരും ഉത്തരം നൽകുന്നില്ല ഗൈസ്. അപ്പം ഇന്നത്തെ നമ്മുടെ Q&A ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്ക് വേദന എടുക്കണം ഗൈസ്, തറയിലിരുന്നുണ്ട്. എന്താണ്? അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കം ഹിയർ. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഇനി ഇടുന്നതായിരിക്കും. ബിക്കോസ് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ആയിട്ടിട്ടു, അതുപോലെ തന്നെ
എന്താ പറഞ്ഞേ ലൈക്ക് ഷെയർ അല്ലാ ഇടിച്ചിട്ടു. ആ ഗൈസ്, അപ്പോൾ നമ്മുടെ നമ്മളിനി ഇതിപ്പോൾ പാർട്ട് 2 അങ്ങാണ്ടായിരുന്നു തോന്നുന്നു. നമ്മൾ ഇനി ഞാൻ പറഞ്ഞു കൊടുത്തത് ഇൻസ്റ്റാഗ്രാമിലും 2 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് ചോദ്യങ്ങൾ വന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹോണസ്റ്റ്ലി ബാക്ക് വേദന എടുക്കുന്നത് കാരണം വി ആർ എൻഡിങ് ഇറ്റ് ഹിയർ. വിൽ കം ബാക്ക് അഗെയിൻ. ചാലഞ്ച് വീഡിയോസ് ആർ കമ്മിങ്. സോ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തത് കാണുക. ഒരു ചാലഞ്ച് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങളതെല്ലാം പോയി കാണണം. പിന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ബൈ.